ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 1001 സ്വിമ്മിംഗ് ടിപ്സിൻ്റെ 8ാമത്തെ പാർട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീഡിയോ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് നമ്മൾ ആദ്യം കാണിച്ചു തരുന്നത് ഇതുപോലെ നമ്മളൊരു ത്രെഡ് കട്ടറാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ത്രെഡ് കട്ടർ നമുക്ക് നമ്മുടെ തയ്ക്കുന്ന സമയത്ത് കത്രിക ഉപയോഗിക്കുന്നതിനേക്കാളും ടേബിളുമേ യൂസ്ഫുൾ ആയിരിക്കുന്നത് ഇതുപോലെ ത്രെഡ് കട്ടറാണ് കേട്ടോ. പക്ഷേ ഈ ത്രെഡ് കട്ടറിലും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ഈ ത്രെഡ് കട്ടർ എന്തായാലും കത്രിക യൂസ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് ത്രെഡ് കട്ടർ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല നമുക്ക് ഇതാവുമ്പോൾ നമുക്ക് ഇരുമ്പിന് ത്രെഡ് കട്ടറിന് ചില സമയത്ത് ശ്രദ്ധിക്കാണ്ട് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധ കുറവുള്ള സമയങ്ങളിൽ ഇടയിൽ കൈ ഒന്ന് പെടാനും സാധ്യത കൂടുതലാണ് കേട്ടോ. കൈ അവിടെ എന്താ പറയുക ഇരുമ്പിൻ്റെ ഭാഗത്ത് അങ്ങനെ അമരുന്ന രീതിയിൽ ഇതിലുണ്ട്. അപ്പോൾ അത് ഇത്തിരി ഒരു ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് പ്രാക്ടീസ് ആയാൽ മാത്രം അത് കുഴപ്പമില്ല. പിന്നെ അതിനേക്കാളും നല്ലത് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡ് കട്ടർ വാങ്ങിക്കുന്നതാണ് കേട്ടോ. അതായത് അതാവുമ്പോൾ കണ്ടു ഇത് പിടിക്കാനായിട്ട് ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് കണ്ടോ, ഇതുപോലെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കൈ പെടില്ല കേട്ടോ. നമുക്കത് കട്ട് ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് കൈ പെടാതെ ഇരിക്കും. കറക്റ്റ് അതിൽ വന്ന് ലോക്കാവുന്നത് കണ്ട. നമുക്ക് നമ്മുടെ കൈ കറക്റ്റ് അതിനകത്ത് വെക്കാനുള്ള സ്ഥലമുണ്ട്. അതാകുമ്പോൾ ഇങ്ങനത്തെ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വാങ്ങിച്ചാൽ മതി വാങ്ങിക്കുമ്പോൾ. ത്രെഡ് കട്ടറാണ് നമ്മൾ തയ്ക്കണ സമയങ്ങളിൽ മെഷീനിലിരുന്ന് യൂസ് ചെയ്യുമ്പോൾ മെഷീനിൽ വയ്ക്കാനായിട്ട് കംഫർട്ട് കിട്ടുമോ. അപ്പോൾ അത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് കാണിച്ചു തന്നത്. പിന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ടിപ്പ് വന്നിട്ട് ഇതുപോലെ നമ്മൾ ബ്രായുടെ ഹുക്കുണ്ട്. നമുക്കിങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് ബ്രാ തയ്ക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഇപ്പോൾ ഹുക്ക് നമ്മൾക്ക് റെഡിമെയ്ഡായിട്ട് വരുന്നുണ്ട്. സെപ്പറേറ്റ് പാർട്സായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പാർട്സ് വാങ്ങിച്ചിട്ട് നമുക്ക് തയ്ക്കാം കേട്ടോ. ഇതിന് 6 രൂപ 8 രൂപയൊക്കെയാണ് കേട്ടോ ഒരെണ്ണത്തിന് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ ഇത് 2 ഭാഗം നമുക്ക് ഹുക്കും അതുപോലെ ഹോളും നമുക്ക് ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ക്ലോത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ബാലൻസ് ഉള്ള പീസ് കൊണ്ടൊക്കെ നമുക്ക് തയ്ക്കാൻ പറ്റാവുന്നതാണല്ലോ. അപ്പോൾ വീട്ടിലൊക്കെ ഇടാനൊക്കെ ബ്രായൊക്കെ തയ്ക്കുന്നവർക്ക് ഇങ്ങനത്തെ സ്ട്രാപ്പ് വാങ്ങിച്ചിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ. ആദ്യമൊന്നും ഇങ്ങനത്തെ സംഭവം നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കിട്ടിയ സമയത്ത് നമ്മൾ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ നമുക്കിത് ഇതുപോലത്തെ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഡ്രസ്സിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത പോലത്തെ ബ്രായുടെ സ്ട്രാപ്പാണ് കേട്ടോ. നല്ല ഡിസൈൻ നല്ല മോഡലാണ് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് കടകളിൽ കിട്ടുമോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഒന്ന് ചോദിച്ച് നോക്കി നോക്കൂ. പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ റെഡിമെയ്ഡായിട്ട് മാറ്റാൻ പറ്റാവുന്ന ബ്രാ മേടിക്കുമ്പോൾ നമുക്ക് അതിന് കൂടെ സ്പെയർ ആയിട്ട് കിട്ടണമെന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ട്രാപ്പ് മാറ്റിയിട്ട് ഇടാൻ പറ്റാവുന്ന രീതിയിലുള്ള സ്ട്രാപ്പ് വേറെ എക്സ്ട്രാ തരുന്നതാണ് കേട്ടോ. റെഡിമെയ്ഡായിട്ട് കുറച്ച് റേറ്റ് കൂടിയ ടൈപ്പ് വരുന്ന ബോക്സിലായിട്ട് വരുന്ന ഇത് ബ്രാ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഇത് വാങ്ങിക്കുമ്പോൾ അതിനോട് കൂടി ആ ബോക്സിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് ഓരോന്ന് വീതം നമുക്ക് അതിനോട് കൂടി നമുക്ക് എക്സ്ട്രാ തരുന്നുണ്ട്. അത് സ്ട്രാപ്പ് മാറ്റിയിടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിപ്പോൾ ഇത് ഇങ്ങനത്തെ കിട്ടുമോയെന്നറിയില്ല. ഇതുപോലത്തെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളത് കിട്ടുമോയെന്ന് എനിക്കറിയില്ല. മറ്റേ ഹുക്കും ഹോളും കിട്ടുന്നുണ്ട് സ്ട്രാപ്പായിട്ട് നമുക്ക് ഈ ഷോപ്പുകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവം കിട്ടുമെന്ന് എനിക്കറിയില്ല. ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സംഭവം കിട്ടുമെന്നറിയില്ല. ഇത് റെഡിമെയ്ഡായിട്ട് ഇപ്പോൾ വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇത് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ബ്രൈഡ് ഒരു വീഡിയോ കട്ടിങ് സ്റ്റിച്ചിങ് കാണിക്കുമ്പോൾ നമുക്ക് ഇത് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് വലിപ്പം കൂട്ടാനും ഇതിൻ്റെ കുറയ്ക്കാനൊക്കെ പറ്റാവുന്ന ആ ഒരു ലവിൻ്റെ ഷേപ്പിലുണ്ടല്ലോ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന അഡ്ജസ്റ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണത് കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ത്രെഡ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇതുപോലത്തെ ഓർഗനൈസറിലാണ് കേട്ടോ നമ്മൾ ത്രെഡൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഫുൾ ട്രാൻസ്പാരൻ്റ് ആണ്. നമുക്ക് ഏത് ക്ലോത്താണോ മെറ്റീരിയൽ എടുക്കണത് അതിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് നമുക്ക് എടുക്കാനായിട്ട് വളരെയധികം എളുപ്പമാണ് കേട്ടോ. പിന്നെ വേറൊരു ഐഡിയയും കൂടിയും പറഞ്ഞുതരാം. ഇത് ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഗ്യാപ്പ് വരുമല്ലോ. അങ്ങനെ കുറേ എടുക്കുമ്പോൾ അത് താഴത്തേക്ക് വീഴാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോ പ്രാവശ്യം നൂലെടുത്ത് കുറയും തോറും നമ്മളിതിൻ്റെ നൂല് ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് വരുന്നുണ്ടല്ലോ. എന്നിട്ട് കഴിഞ്ഞതിൻ്റെ ഹോളും വരുമല്ലോ. അപ്പോൾ ആ കഴിഞ്ഞ ഹോള് തൽക്കാലം അവിടെ ഒന്ന് വെച്ച് കൊടുക്കാം.
അങ്ങനെ കഴിഞ്ഞ ഹോളുകൾ അവിടെ വയ്ക്കുക. കൂടുതൽ എടുക്കുമ്പോൾ ഒരെണ്ണമൊക്കെ എടുക്കുമ്പോൾ ഒന്നും അങ്ങനെ വീഴില്ല, താഴത്തേക്ക് വീഴുന്ന രീതിയിൽ വരില്ല. ഒരുപാടൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വരുന്നതിനനുസരിച്ച് നമ്മളതിൻ്റെ ഒഴിഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഹോള് നമ്മളിതുപോലെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് എപ്പോഴും ഇതേ രീതിക്ക് തന്നെ നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇത് ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.